അടുത്തത് ബ്ലെൻഡ്. ഇവിടെ കാണാൻ പറ്റും ചെറിയൊരു ടൂള്. അതിൽ സ്ക്വയർ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുന്നു, സർക്കിൾ എടുത്ത് ഇവിടെ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ കളർ ഒരു ബ്ലൂ ആക്കിയത്. പിന്നെ ഈ സ്ക്വയറിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ബ്ലെൻഡ് ആകുക എന്നാണ് പറയാൻ. ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ബ്ലെൻഡ് ടൂൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു എക്സ് ആയിരിക്കും, പുതിയ വേർഷനിൽ സ്റ്റാർ ആയിരിക്കും വരിക. ക്ലിക്ക് ചെയ്തു, അടുത്തതിലേക്ക് വരും പ്ലസ് ആയിരിക്കും വരിക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി, സ്ക്വയറിൽ നിന്ന് ആ സർക്കിളിലേക്ക് ഇത് ബ്ലെൻഡ് ആവുകയും. നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റിൽ പോയി ബ്ലെൻഡ് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാം. സ്പെസിഫൈഡ് സ്റ്റെപ്പിൽ മാറ്റി പ്രിവ്യൂ ഓണാക്കി. ഇപ്പോൾ 254 സ്റ്റെപ്പിന് പകരം ഞാനൊരു 4 സ്റ്റെപ്പ് കൊടുക്കുന്നു അല്ലേ. 1 2 3 4. ആ സർക്കിൾ സ്ക്വയറിൻ്റെ ഇടയിൽ 4 ഷേപ്പുകളുണ്ട്. അതായത് സ്ക്വയറിൽ നിന്ന് സർക്കിളിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ആവുന്ന അതേപോലെ തന്നെ കളറും റെഡിൽ നിന്ന് ബ്ലൂവിലോട്ട് പോകുന്നു. ഇതാണ് ബ്ലെൻഡ്. ഓക്കെ. സിമ്പിൾ സ്പ്രേ ടൂള്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ സിമ്പിൾസ് ഇല്ലുസ്ട്രേറ്ററിലുണ്ടാകും ഡിഫോൾട്ടായിട്ട്. സിമ്പിൾ പാനലിൽ പോയി അറിയാൻ പറ്റും. വിൻഡോസിൽ പോയിട്ട് സിമ്പിൾസ്, ഈ സിമ്പിൾ സെലക്ട് ചെയ്തു. സിമ്പിൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും, ഫ്ലവർ ആണെങ്കിൽ സ്പ്രേയറാണ്, ഇങ്ങനെ സ്പ്രേ അടിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളിനെ സിമ്പിൾ പൊസിഷൻ നീക്കാൻ പറ്റും. പിന്നെ സിമ്പിളിനെ റൊട്ടേറ്റ് ചെയ്യാൻ, സൈസ് കൂട്ടാൻ, സ്പിന്നർ വന്ന റൊട്ടേഷൻ അല്ലേ. സൈസർ പറയുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് സിമ്പിളൊക്കെ വലുതാവും. സിമ്പിൾ സ്ക്രീനർ ആണെങ്കിൽ ഒപ്പാസിറ്റി കമ്മിയാവും. ഓക്കെ. ഇത് ടെക്സ്ചറും ഓരോ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് സിമ്പിൾ. അടുത്തതിൽ ഗ്രാഫ് പറഞ്ഞിട്ടൊരു കോളം ഗ്രാഫ്. നമ്മൾ എക്സൽ ഷീറ്റ് പോലെ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ഞാൻ 1 കൊടുത്തു. ഇവിടെ പോയിട്ട് ഞാൻ ഒരു 5 കൊടുത്തു. ഇവിടെ പോയിട്ടൊരു 8 കൊടുത്തു. ടിപ്പ് കൊടുത്തു. അവിടെ കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ച് ഒരു ഗ്രാഫ് ക്രിയേറ്റ് ആവും. അത്രയേ ഉള്ളൂ ഈ ഗ്രാഫ് എന്നുള്ളത്. എന്തെങ്കിലും ഗ്രാഫിക്കലായിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അതുപോലെ ഗ്രാഫ് സെലക്ട് ചെയ്യും. ഞാൻ ആൾറെഡി യൂസ് ചെയ്ത ഫോണ്ട് നൾ ഫ്രീ ആയ കാരണം കുറച്ച് ഫോണ്ട് മാറ്റി. ഓക്കെ, ഇതാണ് ഗ്രാഫ്. അടുത്തൊരു പാറ്റേണിൻ്റെ കാര്യമുണ്ട്. ഇതിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാറ്റേൺ പറയുമ്പോൾ നമുക്ക് അതിൽ സ്വാച്ചസിൽ പോയാൽ തന്നെ കാണാൻ പറ്റും. 2 ഒരു ഇമേജ് ഉണ്ട്. അതിലൊരു ബോക്സ് വരയ്ക്കണം, ബ്ലൂ കളറാണ്. അതിൽ പാറ്റേണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലേ പാറ്റേൺ ആയിരിക്കും ഇങ്ങനെ. നമുക്ക് പാറ്റേണിനെ എഡിറ്റ് ചെയ്യുക. അതിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ ചെറുതാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം ചെറുതാവും. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചെറുതായിട്ട് പുതിയതായിട്ടൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് തരാം. ഒരു ബോക്സ് വരച്ചു, അതിന് കളർ കൊടുത്തു. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ വെച്ചു. എന്നിട്ട് ഇതിൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് നേരെ സ്വാച്ചസിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട ഉടനെ തന്നെ നമുക്കൊരു ചെറുതായി കാണാൻ പറ്റും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ വേറൊരു വീണ്ടും ഒരു വലിയൊരു ബോക്സ് വരച്ചു.
എന്നിട്ട് ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേണിൽ പോയിട്ട് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടേ ഞാൻ വരച്ച പാറ്റേൺ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാം. അല്ല ഈ പൊസിഷനിലേക്ക് ഇതിനകത്ത് കളറിനെ മാറ്റി ഇവിടെ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെയുള്ള എല്ലാ പാറ്റേണിലും കളർ മാറും. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് പാറ്റേൺ.